തോൽവിക്ക് പിന്നാലെ BJP നേതൃത്വത്തിനെതിരെയും സ്ഥാനാർത്ഥിയായിരുന്ന C. കൃഷ്ണകുമാറിനെതിരെയും ആഞ്ഞടിച്ച് പാലക്കാട് നഗരസഭ അധ്യക്ഷ പ്രമീള ശശിധരൻ. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച സംഭവിച്ചു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന പോലെയാണ് BJP നേതൃത്വം ഇപ്പോൾ നഗരസഭയോട് പെരുമാറുന്നതെന്നും പ്രമീള ശശിധരൻ 24-നോട് പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക്. ജനങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ കൃഷ്ണകുമാർ വേണ്ട, എപ്പോഴും ഒരേ സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ള രീതിയിൽ നമ്മളോട് പറഞ്ഞു. നിങ്ങൾക്ക് വേറെ ആരെയും നിർത്താനില്ലേ, നിങ്ങളെന്താ BJP ഇവർ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഈ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ സംസ്ഥാന ഘടകത്തോട് പറഞ്ഞിരുന്നു അതിലൊരു മാറ്റം വേണം. അത് കൃഷ്ണകുമാറിൻ്റെ പേര് തന്നെ പറയുമ്പോൾ ജനങ്ങൾക്കൊരു വിഷമമുണ്ട് എന്നുള്ളത് അറിയിച്ചിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കെതിരെ തിരിയാനുള്ള ഒരു കാരണം എന്തായിരിക്കും? അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട്. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നാരോപിച്ച് കൂടുതൽ BJP നേതാക്കളും രംഗത്തു വന്നു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റു പറ്റിയിട്ടില്ല എന്നാണ് K. സുരേന്ദ്രന്റെ മറുപടി. ശ്രീ നരേന്ദ്രമോദി ഉൾപ്പെടെ, ശ്രീ അമിത്ഷാ ഉൾപ്പെടെ, ശ്രീ JP നഡ്ഡ ഉൾപ്പെടെയുള്ള പാർലമെന്ററി ബോർഡ് വിശദമായി പരിശോധിച്ച് അവരാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇത് തന്നെയാണ് ചേലക്കരയിലും സംഭവിച്ചത്, ഇത് തന്നെയാണ് വയനാട്ടിൽ സംഭവിച്ചത്, ഇത് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളിൽ സംഭവിച്ചത്. സ്ഥാനാർത്ഥി നിർണയം ഏതെങ്കിലും ഒരു വ്യക്തി നടത്തുന്ന പതിവ് ഭാരതീയ ജനതാ പാർട്ടിയിലില്ല. ഇനി സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരിച്ച ആള് അവസാന നിമിഷം വരെ എന്നെ മത്സരിപ്പിക്കരുത് എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അവസാന നിമിഷം വരെ. പക്ഷേ ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തോട് മത്സരിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുക. അദ്ദേഹത്തിൻ്റെ പേരും കൂടി വെട്ടിയിട്ട് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ശരിയായ നിലപാടായിരിക്കില്ല. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും. പാലക്കാട്ട് നിന്ന് നിഖിൽ, അസാധാരണമായൊരു സാഹചര്യമാണ്. BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ നഗരസഭാ അധ്യക്ഷ തന്നെ പറയുന്നു അവിടെ ഞങ്ങളെ വിമർശിക്കുന്നത് തോറ്റതിന്, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന മട്ടിലെന്നാണ്. യഥാർത്ഥത്തിൽ പാലക്കാട് നഗരസഭയും BJP സംസ്ഥാന ഘടകവും ഏതാണ്ട് 2 പാർട്ടികളെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്നു ഈ പ്രസ്താവനകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും, അല്ലേ നിഖിൽ? തീർച്ചയായിട്ടും വിജയകുമാർ, നമുക്കിപ്പോൾ അസാധാരണമായിട്ടുള്ളൊരു സാഹചര്യത്തെയാണ് പാലക്കാട് BJPയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ BJPയുടെ റിപ്പോർട്ട്, അതായത് കൗൺസിലർമാർ 18 കൗൺസിലർമാരുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിലായില്ല. അതോടൊപ്പം തന്നെ ഈ നഗരസഭാ കൗൺസിലർ അടക്കം, പ്രധാനപ്പെട്ട ചെയർപേഴ്സൺ അടക്കം കാര്യമായ രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നുള്ള രഘുനാഥിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി, അത് 24 ആണ് പുറത്തുവിട്ടത്, അതോടുകൂടി വലിയ രീതിയിലുള്ള സ്ഫോടനാത്മകമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ ജില്ലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ N. ശിവരാജൻ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നു. അതായത് കൗൺസിലർമാരുടെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള പിഴവും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു വെക്കുന്നു. പിന്നീട് പക്ഷേ പ്രമീള ശശിധരൻ അവർ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുകയാണ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ മെക്കെട്ട് കയറിയിട്ട് കാര്യമില്ല, C. കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകരുത് എന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നേതൃത്വത്തെ അറിയിച്ചിരുന്നതാണ്. തങ്ങൾ വീടുകൾ കയറുമ്പോൾ ആളുകൾ തിരിച്ചു ചോദിക്കുന്നത് നിങ്ങൾക്ക് മറ്റ് സ്ഥാനാർത്ഥികളില്ലേ എന്നുള്ളതാണ്. നിരന്തരം ആ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഇക്കാര്യം നേതൃത്വത്തെ കൃത്യമായി അറിയിച്ചിരുന്നു. പക്ഷേ മറുപടി ഉണ്ടായില്ല, അല്ലെങ്കിൽ തിരുത്തലുണ്ടായില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായ ശേഷം പക്ഷേ ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഒരു തരത്തിലുള്ള വീഴ്ചയും നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പ്രമീള ശശിധരൻ അടിയുറച്ചു പറയുന്നു. നഗരസഭ പരാജയമായിരുന്നു എന്ന് പറയുന്നെങ്കിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം BJP ജില്ലാ നേതൃത്വത്തിനാണ് എന്നും അവർ ആഞ്ഞടിച്ചു പറയുന്നുണ്ട്. ഒരുപക്ഷെ താൻ ഈ പ്രിയ അജയന് ശേഷം പ്രമീള ശശിധരൻ നഗരസഭാ ചെയർപേഴ്സൺ ആയതിന്റെ വൈരാഗ്യമായിരിക്കാം ഈ കാരണമെന്ന് പറയാൻ കഴിയും. അത് പൂർണ്ണമായി തള്ളാൻ കഴിയില്ല ആ സാധ്യത എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. C. കൃഷ്ണകുമാറിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഇദ്ദേഹത്തിന് വോട്ടല്ല നോട്ടാണ് മുഖ്യം എന്നുള്ള കാര്യം ആളുകൾ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് അന്വേഷിക്കട്ടെ എന്നാണ് പറയുന്നത്. അത് തള്ളാനോ കൊള്ളാനോ പ്രമീള ശശിധരൻ തയ്യാറായിട്ടില്ല. അതിനു പിന്നാലെ നമ്മൾ N. ശിവരാജനെ വീണ്ടും കണ്ടു. അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യം സ്ഥാനാർത്ഥി മാറിയാൽ മാറ്റമുണ്ടാകുമായിരുന്നു എന്ന് താൻ തുടക്കം മുതൽ പറഞ്ഞതാണ്. പക്ഷെ അക്കാര്യങ്ങൾ നേതൃത്വം അക്കാര്യം വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. ഈ C. കൃഷ്ണകുമാർ ഇവിടെ പണി തുടങ്ങുന്ന കാലത്ത് നേതൃത്വത്തിൽ ഇരുന്നിട്ടുള്ള ആളാണ് താൻ തൻ്റെ അനുഭവത്തിൽ നിന്നാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ തന്നെ പഠിപ്പിക്കാൻ തയ്യാറാകേണ്ട തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് N. ശിവരാജൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ കടുത്ത തോൽവിക്ക് ശേഷം BJPയിലെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ സ്ഥാനാർത്ഥിക്കെതിരെ ഉന്നയിച്ച് രംഗത്തെത്തുകയാണ് ജില്ലയിലെ പ്രാദേശിക നേതൃത്വം. ഇന്നലെ ജില്ലാ
കമ്മിറ്റി അംഗം തരൂർ സുരേന്ദ്രൻ നമ്മളോട് വ്യക്തമാക്കിയത് ഈ സ്ഥാനാർത്ഥിയുടെ മാത്രം കാര്യമല്ല, നേതൃത്വത്തിന് തന്നെ പിഴവ് പറ്റിയെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹവും രംഗത്തെത്തിയിരുന്നു. എന്തായാലും കൂടുതൽ കൗൺസിലർമാർ ഇന്ന് സ്ഥാനാർത്ഥിക്കെതിരെ സി കൃഷ്ണകുമാറിനെതിരെ രംഗത്തെത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഇപ്പോൾ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ സ്മിതേഷ് അടക്കം, ആരോഗ്യ വിഭാഗത്തിലെ സ്മിതേഷ് എന്ന കൗൺസിലർക്കെതിരെ അടക്കം പരാമർശങ്ങളുണ്ട്. അദ്ദേഹം അടക്കം സ്മിതേഷ്, സാബു തുടങ്ങിയ കൗൺസിലർമാർക്കെതിരെ പരാമർശമുണ്ട്. ശോഭ സുരേന്ദ്രൻ പല വാർഡുകളിലും പാർട്ടിയെ പിന്നിലാക്കാൻ വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള വിമർശനങ്ങളുണ്ട്. ഇവരൊക്കെ ശോഭ പക്ഷത്തെ അനുകൂലിക്കുന്ന ആളുകളുമാണ്. അത് ശോഭ മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവിടെ വിജയിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള അഭിപ്രായമുള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെയാകണം സ്ഥാനാർത്ഥി ഇവർക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായതും. എന്തായാലും കൂടുതൽ കലുഷിതമാകാൻ പോകുന്നു പാലക്കാട്ടെ BJPയിലെ സാഹചര്യങ്ങൾ എന്ന് തന്നെയാണ് നിലവിലത്തെ ഈ നേതാക്കളുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയകുമാർ. യെസ്, നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരന്റെ വിമർശനം അതിരൂക്ഷമാണ്. സ്ഥാനാർത്ഥിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അത് അന്വേഷിക്കട്ടെ എന്നാണ് പറയുന്നത്. അതൊന്നും തള്ളുന്നില്ല. തന്നെയല്ല, ഈ സ്ഥാനാർത്ഥി സ്വീകാര്യനായിരുന്നില്ല നഗരസഭയിലെ വോട്ടേഴ്സിന് എന്നുകൂടി പറയുന്നു. അതിഗുരുതരമായ വിമർശനങ്ങളാണ് ഉയരുന്നത്. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. രണ്ട് പാർട്ടി കണക്കെയാണ് പാലക്കാട്ടെ നഗരസഭയിലെ BJPയും സംസ്ഥാന ഘടകവുമെന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്.